الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. شيخ الإسلام മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സലാസത്തുൽ ഉസൂൽ വ അദില്ലതുഹ എന്ന കിതാബാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് റഹിമഹുല്ലാ ആദ്യമായി പറഞ്ഞു, ഇഅ്ലം, നീ അറിയണം, നീ പഠിക്കണം, റഹിമകല്ലാ, അല്ലാഹു നിനക്ക് റഹ്മത്ത് നൽകട്ടെ, അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഇ മസാഇൽ, 4 കാര്യങ്ങൾ പഠിച്ചിരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അതിലൊന്നാമതായി ഷെയ്ഖ് പറയുകയാണ്, അൽ ഇൽം, നീ ഇൽമ് നേടണം, ഇൽമ് കരസ്ഥമാക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അൽ ഇൽം എന്ന് പറഞ്ഞാൽ മഅരിഫത്തുൽ ഹുദാ ബിദലീലിഹി, സന്മാർഗത്തെ, ഹുദ സന്മാർഗം തെളിവുകളോടുകൂടി മനസ്സിലാക്കുക, അതാണ് ഇൽം എന്ന് പറയുന്നത്. എന്നാൽ തഖ്ലീദ് എന്ന് പറയുന്നത് എന്താണ്? തെളിവുകൾ നോക്കാതെ അന്ധമായി ഒരാളെ അനുകരിക്കുക, ഏതെങ്കിലും മദ്ഹബുകളെയോ വ്യക്തികളെയോ തെളിവുകൾ നോക്കാതെ അനുകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നതിനാണ് തഖ്ലീദ് എന്ന് പറയുക. എന്നാൽ ഇൽം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇൽം എന്ന് പറയുന്നത് മഅരിഫത്തുൽ ഹുദാ ബിദലീലിഹി എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. നാം ഇൽം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന് ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, താങ്കൾ എന്തിനു വേണ്ടിയാണ് ഇൽം പഠിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത്, ആദ്യമായി ഞാൻ എൻ്റെ ജഹൽ, എൻ്റെ അജ്ഞത, അള്ളാഹുവെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചും നിർബന്ധമായും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള അജ്ഞത, അത് നീക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇൽമ് പഠിക്കുന്നത്. അതായിരിക്കണം നാം ഓരോരുത്തരുടെയും ഒന്നാമത്തെ ലക്ഷ്യം. അതാണ്. അതല്ലാതെ ഞാൻ വലിയ ഇൽമുള്ളവനാണെന്നോ ഇൽമില്ലാത്ത ആളുകളോട് തർക്കിക്കുന്നതിനോ പണ്ഡിതന്മാരോട് ഇൽമുള്ളവരോട് മത്സരിക്കുന്നതിനോ ഒന്നുമല്ല, മറിച്ച് സ്വന്തം ജഹലിനെ നീക്കുന്നതിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഇൽമ് പഠിക്കേണ്ടത്. എന്നിട്ട് ഇമാം മാലിക് പറഞ്ഞു, സുമ്മ ലിഅഅമല ബിഹി, ആ പഠിച്ച ഇൽമനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇൽമ് പഠിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ച ഇൽമ്, ഞാൻ മനസ്സിലാക്കിയ ഈ സന്മാർഗം അതറിയാത്ത എത്രയോ ആളുകളുണ്ട്, അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക, അത് പകർന്നു നൽകുക, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇൽമ് കരസ്ഥമാക്കുന്നത്, തേടുന്നത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ അവർ പറഞ്ഞു, അവ്വലുൽ ഇൽമി അന്നിയ്യ, ഇൽമിന്റെ ആരംഭം, അതിന്റെ തുടക്കം എന്താണ്? അന്നിയ്യ, നിയ്യത്ത് നന്നായിരിക്കുക. രണ്ടാമത്തത് സുമ്മൽ ഇസ്തിമാ, ശ്രദ്ധിച്ച് കേൾക്കുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സുമ്മൽ ഹിഫ്ദ്, പിന്നെ അത് മനഃപ്പാഠമാക്കുക. സുമ്മൽ അമൽ, പിന്നീട് അതനുസരിച്ച് പ്രവർത്തിക്കുക. സുമ്മൽ നശ്ർ, പിന്നീട് അത് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു നൽകുക, അത് വ്യാപിപ്പിക്കുക. ഇതാണ് ഇൽമിന്റെ ആ തർത്തീബ്, അതിന്റെ പടിപടിയായി നാം സ്വീകരിക്കേണ്ട ക്രമം അങ്ങനെയാണ്. അതല്ലാതെ ഒരു കാര്യം തന്നെ മുഴുവനായി പഠിക്കുന്നതിന് മുമ്പ് അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നത് അത് ശരിയായ മാർഗമല്ല എന്ന് നാം തിരിച്ചറിയുക. ഇനി ഷെയ്ഖ് റഹിമഹുല്ലാ രണ്ടാമതായി പറഞ്ഞു, അൽ അമലു ബിഹി, പഠിച്ച ഇൽമനുസരിച്ച് അമൽ ചെയ്യുക. ആദ്യം നാം പറഞ്ഞത് അൽ ഇൽമ് പഠിക്കുക എന്നതാണ്. ഇൽമെന്ന് പറഞ്ഞാൽ ഹുദ, സന്മാർഗത്തെ തെളിവുകൾ സഹിതം പഠിക്കുക. അങ്ങനെ പഠിച്ച ഇൽമനുസരിച്ച് നാം പ്രവർത്തിക്കുക. നമ്മളോട് ഖബറിൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനോടുള്ള ചോദ്യം എന്താണ്? മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ദീൻ ഏതാണ്? ഈ ചോദ്യം അത് ഇൽമിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. എന്നാൽ നാളെ പരലോകത്തെത്തിയാൽ നമ്മുടെ അമലിനെ കുറിച്ചാണ് ചോദ്യം. നീ എന്താണ് പ്രവർത്തിച്ചത്? നിനക്ക് ലഭിച്ച അറിവ് കൊണ്ട് നീ എന്താണ് ചെയ്തത് എന്നുള്ള അമലിനെ കുറിച്ചായിരിക്കും നാളെ പരലോകത്തുള്ള ചോദ്യമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ആദ്യം ഇൽമാണ്, പിന്നീട് അമലാണ്. അതുകൊണ്ട് തന്നെ അറിവില്ലാതെ പ്രവർത്തിച്ചാലും അറിവുണ്ടായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കലും രണ്ടും തെറ്റാണ്, രണ്ടും വലിയ പാപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം ദിവസവും 17 തവണ നിർബന്ധമായി അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ വഴി ചേർക്കണമേ.
സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം, അതാണ് സിറാത്തുൽ മുസ്തഖീം. എന്നിട്ട് പറഞ്ഞു ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവേ നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. ആരാണ് ഈ കോപിക്കപ്പെട്ടവർ? ഹും അൽ യഹൂദ്, യഹൂദികളായ ആളുകളാണ്. അവർക്ക് ധാരാളം വിജ്ഞാനമുണ്ട്, അറിവുണ്ട്, പക്ഷേ ആ അറിവനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. അതാണ് അവർക്ക് പറ്റിയ അബദ്ധമതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വലദ്ദാലീൻ, അല്ലാഹുവേ വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. അവരാരാണ്? അൻ-നസാറ, ക്രൈസ്തവരായ ആളുകൾ. അവർ ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല അവർ ചെയ്യുന്നത്. എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. വ്യക്തമായ ഇൽമിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലല്ല അവർ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇൽമില്ലാതെ അമൽ ചെയ്യുന്നതും ഇൽമുണ്ടായിട്ട് അമൽ ചെയ്യാതിരിക്കലും ഇത് രണ്ടും പാടില്ലാത്ത കാര്യമാണ്. അത് യഹൂദികളുടെയും നസ്രാനികളുടെയും സ്വഭാവമായി കൊണ്ടാണ് ഇസ്ലാം ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സിറാത്തുൽ മുസ്തഖീം, അമ്പിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ മാർഗം അതെങ്ങനെയാണ്? അൽ ഇൽമുൻ നാഫിഅ വൽ അമലു സ്വാലിഹ്, ശരിയായ വിജ്ഞാനവും സൽക്കർമ്മങ്ങളും യോജിച്ചുകൊണ്ടുള്ള, അതിനെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ഫസദ മിൻ ഉലമാഇന, നമ്മുടെ ഉലമാക്കളിൽപ്പെട്ട ആരെങ്കിലും മോശമായാൽ അവർക്ക് ആരോടാണ് സാദൃശ്യം? ഫഫീഹി ശബഹും മിനൽ യഹൂദ്, യഹൂദികളോടാണ്. കാരണം ഉലമാക്കൾ അറിവുള്ള ആളുകളാണ്, എന്നിട്ടും അവർ മോശമായാൽ, അവർ തങ്ങളുടെ അറിവനുസരിച്ച് പ്രവർത്തിക്കാത്തത് കാരണത്താലാണ് അവർ മോശമായത്. അതുകൊണ്ട് തന്നെ യഹൂദികളോട് അവർക്ക് ചില സാദൃശ്യമുണ്ട്. വമൻ ഫസദ മിൻ ഉബ്ബാദിന, അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവർ, തെളിവൊന്നും നോക്കാതെ ധാരാളമായി ഇബാദത്ത് മുഴുകുന്ന ആളുകൾ, അവർ മോശമായാൽ ഫഫീഹി ശബഹും മിനൻ നസാറ, അവർക്ക് നസാറാക്കളോടാണ് അവർക്കുള്ള സാദൃശ്യമുള്ളത്. കാരണം ഇൽമില്ലാതെ അമൽ ചെയ്യുക എന്നത് അത് നസാറാക്കളുടെ പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായി ഹുക്മുൽ അമലി ബിൽ ഇൽം, ഒരു ഇൽമു കൊണ്ട് അമൽ ചെയ്യുക, അതിന്റെ ഹുക്ം എന്താണ്? അതിന്റെ വിധി എന്താണ്? നാം നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം നാം പഠിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യലും നിർബന്ധമാണ്. ഉദാഹരണമായി ഫിഅലുൽ വാജിബ്, നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങൾ ഉണ്ടാകും. അതേപോലെ വതർക്കുൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കലുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യൽ നിർബന്ധമാണ്. അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നൊരു വ്യക്തി മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ഇൽമു ചെയ്യൽ അവന്റെ മേൽ നിർബന്ധമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥനകളോ ആരാധനകളോ ഇബാദത്തിന്റെ മറ്റ് ഒരിനങ്ങളും അവരുടെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ സലാത്തുൽ ജമാഅത്തായ നമസ്കാരം വാജിബാണ് എന്നറിഞ്ഞൊരു വ്യക്തി അതനുസരിച്ച് അമൽ ചെയ്യൽ അതും അവന്റെ മേൽ നിർബന്ധമാണ്. അതുപോലെ പലിശ ഹറാമാണെന്നറിഞ്ഞൊരു വ്യക്തി ആ പലിശയിലേക്ക് അടുക്കുകയില്ല, അതൊഴിവാക്കൽ അവന്റെ മേൽ നിർബന്ധമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. നിർബന്ധമായ ഒരു കാര്യം നാം പഠിച്ചാൽ അതനുസരിച്ച് അമൽ ചെയ്യലും നിർബന്ധമാണ്. രണ്ടാമത്തേത് സുന്നത്തായ ഒരു കാര്യം, പുണ്യകരമായ ഒരു കാര്യം, ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം, അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നാം ഇൽമു പഠിക്കുന്നതെങ്കിൽ, അതിനെക്കുറിച്ചാണ് നാം പഠിച്ചതെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യലും സുന്നത്താണ്. ഉദാഹരണമായി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുണ്ട് എന്നൊരു വ്യക്തി പഠിക്കുകയാണ്. പക്ഷേ അവൻ നോമ്പനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാവുകയില്ല. കാരണം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കുക എന്നത് അത് സുന്നത്തായ കാര്യമാണ്. അങ്ങനെ സുന്നത്തായ കാര്യമാണ് നാം പഠിക്കുന്നതെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യലും സുന്നത്താണ് എന്ന് നാം തിരിച്ചറിയുക. എന്നാൽ നിർബന്ധമായ കാര്യങ്ങൾ, അതുപോലെ ഹറാമുകൾ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ അത് നിർബന്ധമായും നാം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ അവർക്ക് വൻപിച്ച ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വരാനിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസൂലു ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യരുടെ അവന്റെ പാദം അനങ്ങുകയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെക്കുറിച്ച് അവനോട് ചോദ്യം ചോദിക്കപ്പെടുന്നത് വരെ. അൻ ഉംരിഹി ഫീമാ അഫ്ന, അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, അതേത് കാര്യത്തിലാണ് അവൻ ചെലവാക്കിയത്. എന്നിട്ട് വീണ്ടും എടുത്തു പറയുകയാണ്, വഅൻ ശബാബിഹി, ആയുസ് എന്ന് പറഞ്ഞാൽ അത് മൊത്തമായ ഒരു സമയമാണ്, അതിൽ യുവത്വകാലത്തെക്കുറിച്ച് പ്രത്യേകമായ ചോദ്യമുണ്ട്. ഫീമാ അബ്ലാഹ്, ഏത് കാര്യത്തിലാണ് അവന്റെ യുവത്വം നശിപ്പിച്ചത്. വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു,
സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമാണുള്ളത്. അവൻ എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത്, ഏത് മാർഗത്തിലാണ് അവൻ ചെലവഴിച്ചത്. അവസാനത്തെ ചോദ്യം വമാദാ അമില ഫീമാ അലിം, അവൻ പഠിച്ച കാര്യം കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്, അവന്റെ ഇൽമു കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്ന ചോദ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നാം ഓരോരുത്തരും നേരിടേണ്ടി വരുന്നതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അതഅ്മുറൂന അന്നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും വതൻസൗന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യം മറന്നുപോയിരിക്കുകയും ചെയ്യുകയാണോ. അതുകൊണ്ട് നന്മ കൽപ്പിക്കുമ്പോൾ, ഒരു തിന്മ വിരോധിക്കുമ്പോൾ അത് നാം സ്വയം അതനുഷ്ഠിക്കുകയും ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മസലുൽ ലദീ യുഅല്ലിമു അന്നാസൽ ഖൈർ വയൻസാ നഫ്സഹു, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ സ്വന്തം കാര്യം മറന്നു കളയുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ള ഉപമ എങ്ങനെയാണ്. മസലുൽ ഫതീല, ഫതീല എന്ന് പറഞ്ഞാൽ വിളക്കുകൾ, മെഴുകുതിരി, അതിൻ്റെയൊക്കെ നടുവിൽ കാണുന്ന ആ സാധനം, ആ തുണി പോലെയുള്ള, അതിനാണ് ഫതീല എന്ന് പറയുക. അതുപോലെയാണ് അതിന്റെ പ്രത്യേകത എന്താണ്, തുബി ഉലിന്നാസ്, അത് ജനങ്ങൾക്കെല്ലാം പ്രകാശമേകിക്കൊണ്ടിരിക്കുകയാണ്. വതഹ്രിഖു നഫ്സഹ, എന്നാൽ അതാകട്ടെ അത് സ്വയം കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും സ്വന്തം കാര്യം മറക്കുകയും ചെയ്യുന്നവരുടെ ഉപമയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം പഠിച്ച ഇൽമിനനുസരിച്ച് നാം ഓരോരുത്തരും അമൽ ചെയ്യുക. നാം ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നാം എത്ര നിർവഹിക്കുന്നുണ്ട്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും സ്വയം വിലയിരുത്തുക. മാറ്റങ്ങളും തിരുത്തലുകളും വേണ്ടത് നാം ഓരോരുത്തരും സ്വയം മാറുമ്പോൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുന്നത്. അതുകൊണ്ട് ഇൽമനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുക എന്നത് അത് പണ്ഡിതന്മാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ചില ആളുകൾ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇൽമനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുക എന്നത് അത് പണ്ഡിതന്മാർക്ക് മാത്രമുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. മറിച്ച് നാം ഓരോരുത്തരും എന്താണോ അറിഞ്ഞത് അതനുസരിച്ച് അമൽ ചെയ്തില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ പരലോകത്ത് നാളെ നീ അനുഭവിക്കേണ്ടി വരും. അതിൽ പണ്ഡിതന്മാർ മാത്രമാണ് എന്നൊരു ധാരണയൊന്നും ആർക്കും വേണ്ടതില്ല. മഹാന്മാരായ സലഫുകൾ അവരെങ്ങനെയായിരുന്നു ഇൽമിനെയും അമലിനെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോയത്. സഹാബികളെ കുറിച്ച് പറഞ്ഞതായി കാണാം, ഇദാ തഅല്ലമു 10 ആയാത്തിൻ, അവർ വിശുദ്ധ ഖുർആനിലെ 10 ആയത്ത് അവർ പഠിച്ചു കഴിഞ്ഞാൽ ലം യുജാവിസുഹുന്ന ഇലൽ 10 ഉഖർ, അടുത്ത 10 ആയത്തിലേക്ക് അവർ വിട്ടുകിടക്കുകയില്ല. ആ പഠിച്ച 10 ആയത്തുകൾ കൊണ്ട് അതിലുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കി അമൽ ചെയ്തതിന് ശേഷമല്ലാതെ. എന്നിട്ട് പറഞ്ഞു ഫകുന്നാ നതഅല്ലമുൽ ഖുർആന വൽ അമല ബിഹി, ഞങ്ങൾ ഖുർആൻ പഠിച്ചത് അത് പഠിക്കുകയും അത് അമൽ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഖുർആനിനെ പഠിച്ചതെന്ന് സഹാബികൾ പറഞ്ഞതായി കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ് മാ കതബ്തു ഹദീസൻ ഇല്ലാ വഖദ അമിൽതു ബിഹി, ഞാൻ ഏതൊരു ഹദീസ് ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ അമൽ ചെയ്യാതിരുന്നിട്ടില്ല. അതുപോലെ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം മാ ബലഗനി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുൻ ഖത്തു ഇല്ലാ അമിൽതു ബിഹി വലൗ മർറതൻ വാഹിദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് എനിക്ക് വന്നെത്തിയാൽ ഞാൻ അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും അമൽ ചെയ്യാതിരുന്നിട്ടില്ല എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സലഫുകളായ ആളുകൾ, നമ്മുടെ മുൻഗാമികൾ, അവർ ഇൽമിനെയും അമലിനെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഉപകാരമില്ലാത്ത വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അമലില്ലാത്ത വിജ്ഞാനം. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ അവരത് ചെയ്യുന്നില്ല. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് ഹറാമാണെന്ന് അവനക്കറിയാം, പക്ഷെ അവരത് യഥേഷ്ടം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൽമനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ഇൽമിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി കാണാം. മറ്റൊരു പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും രാവിലെ 3 തവണ ചൊല്ലൽ സുന്നത്തായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ തയ്യിബ, അല്ലാഹുവേ നാഫിആയ ഇൽം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. എന്താണ് നാഫിആയ ഇൽം എന്ന് പറഞ്ഞാൽ? അമലോടുകൂടിയുള്ള, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് നാഫിആയ ഇൽം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് അൽ അമലു ബിഹി, നാം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണിത്. ഒന്നാമത്തേത് അൽ ഇൽം, രണ്ടാമത്തേത് അൽ അമലു ബിഹി. മൂന്നാമതായി ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞു അസ്സാലിസതു അദ്ദഅവതു ഇലൈഹി,
നീ ഏത് കാര്യമാണോ പഠിച്ചത്, ഏത് കാര്യം അനുസരിച്ചാണോ നീ അമൽ ചെയ്തത്, ആ ചെയ്ത കാര്യത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക. നീ പ്രാവർത്തികമാക്കിയ, നീ പഠിച്ച ആ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത് അത് വലിയൊരു കാര്യമാണ്. നാം ഒരു നന്മ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത് അത് പണ്ഡിതന്മാരുടെ, പ്രവാചകന്മാരുടെ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. നബിയെ പറയുക, നബി പറയുകയാണ്, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്, അലാ ബസീറത്തിൻ, ദൃഢബോധ്യത്തോടുകൂടി, അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും. അപ്പോൾ പ്രബോധനം ചെയ്യുക, ദഅവത്ത് ചെയ്യുക എന്നുള്ളത് അത് റസൂലുമാരുടെ, അമ്പിയാക്കന്മാരുടെ ചര്യയാണ്. അതുകൊണ്ട് ദഅവത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ നമുക്ക് നിർവാഹമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഒരായത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കിയാൽ, തൗഹീദിനെ കുറിച്ച്, ശിർക്കിനെ കുറിച്ച്, ബിദ്അത്തുകളെ കുറിച്ച്, ഒരു നന്മയെ കുറിച്ച് നാം അറിഞ്ഞാൽ അത് അറിയാത്ത ആളുകളിലേക്ക് നാം എത്തിച്ചു കൊടുക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിന്റെ പ്രത്യേകത, അതിന്റെ പുണ്യം എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ, നീ കാരണമായി ഒരാൾ ഹിദായത്തിലാവുക എന്നതാണ്, ഖൈറുൽ ലക മിൻ അൻ യകൂന ലക ഹുമുറുൻ നഅം, നിന്റെ പക്കൽ ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം ഒരാൾ ഹിദായത്തിലാവുക എന്നതാണ്. ചുവന്ന ഒട്ടകം എന്നത് അറബികളുടെ അടുക്കൽ വളരെ വിലപിടിപ്പുള്ള സാധനമാണ്. അവർ അഭിമാനത്തോടെ അവരുടെ സമ്പാദ്യത്തിൽ ഏറ്റവും ഉയർന്ന മൂല്യമുള്ളതായി അവർ കണക്കാക്കുന്ന വസ്തുവാണ് ചുവന്ന ഒട്ടകങ്ങൾ. അത് നിന്റെ പക്കൽ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം നീ കാരണമായി ഒരു വ്യക്തി ഹിദായത്തിലേക്ക് വരിക എന്നതാണ്. അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ, ആരാണോ ഒരു ഖൈർ അറിയിച്ചു കൊടുക്കുന്നത്, ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നന്മ അറിയിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ആ വ്യക്തി അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആരാണോ നന്മ അറിയിച്ചു നൽകിയത് അവനതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിൽ യാതൊരു കുറവും അവന് വരികയില്ല. അതുകൊണ്ട് ദഅവത്ത് ചെയ്യുക, നാം അറിഞ്ഞ കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠകരമായ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. പക്ഷേ ഈ ദഅവത്ത് നടത്തണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ദഅവത്തിന് എല്ലാവർക്കും ദഅവത്ത് നടത്താം അങ്ങനെയല്ല, മറിച്ച് ദഅവത്തിന്റെ ചില നിബന്ധനകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത്, അൻ തകൂന ദഅവതു ഖാലിസതൻ ലിവജ്ഹില്ലാഹ്, നമ്മുടെ ദഅവത്ത് അത് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. നാം ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്ക് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അദ്ഉ ഇലല്ലാഹ്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. ഏതെങ്കിലും വ്യക്തികളിലേക്കോ മദ്ഹബുകളിലേക്കോ നേതാക്കന്മാരിലേക്കോ സംഘങ്ങളിലേക്കോ ഒന്നുമല്ല, മറിച്ച് അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ദഅവത്ത് ചെയ്യുന്നത്. അതാണ് ദഅവത്തിന്റെ ഒന്നാമത്തെ ഷർത്ത്. നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഈ ദുനിയാവിൽ എന്തെങ്കിലും സ്ഥാനങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കരുത് നമ്മുടെ ദഅവത്ത്. രണ്ടാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞു, അൻ തകൂന ദഅവതു മബ്നിയതൻ അലൽ ഇൽം, ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ദഅവത്ത് നടത്തേണ്ടത്. പ്രബോധനം ചെയ്യുന്ന ആൾ അവൻ ഏത് വിഷയമാണോ പറയുന്നത്, ഏത് കാര്യത്തിലേക്കാണോ അവൻ ക്ഷണിക്കുന്നത്, അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവനായിരിക്കണം. അറിവില്ലാതെ ദഅവത്ത് നടത്തുക എന്നത് നിഷിദ്ധമാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഏത് കാര്യത്തെക്കുറിച്ചാണോ നാം പ്രബോധനം നടത്തുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ബസീറത്തിൻ, ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഇൽമാണ്. ഇൽമോടുകൂടി ആയിരിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യേണ്ടത്. 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൽമ് നമുക്കുണ്ടായിരിക്കണം. ഒന്നാമത്തേത്, നാം അവരെ ക്ഷണിക്കുമ്പോൾ ശറഈയായ ഇൽമ് നമുക്കുണ്ടായിരിക്കണം. ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും നമുക്ക് വിജ്ഞാനം ഉണ്ടായിരിക്കണം. നാം പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് നാം അന്വേഷിക്കണം. അങ്ങനെ ഒന്നാമത്തെ കാര്യം ശറഈയായ ഇൽമുണ്ടോ എന്ന് നാം പരിശോധിക്കുക. രണ്ടാമത്തേത്, ഹാലുൽ മദ്ഉ, നാം ആരെയാണോ ക്ഷണിക്കുന്നത് അവരുടെ അവസ്ഥയെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. കാരണം എല്ലാവരും ഒരേപോലെ ആയിരിക്കുകയില്ല. ചെറിയ കുട്ടികളോട് പറയുന്നത് പോലെയല്ല മുതിർന്നവരോട് പറയുക. അതുപോലെ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരോട് അവരെ പ്രബോധനം ചെയ്യുന്നത് പോലെയല്ല മറ്റുള്ള ആളുകളെ പ്രബോധനം ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രബോധിതർ അവരാരാണ്, അവരുടെ അവസ്ഥ എന്താണ്, അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. മൂന്നാമത്തേത്, പ്രബോധനത്തിന്റെ മാർഗം, അതിനെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും ഇൽമുണ്ടായിരിക്കണം.
അതായിരിക്കണം ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് നീ ദഅവത്ത് നടത്തേണ്ടത്, ബസീറത്തോടു കൂടിയായിരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. മൂന്നാമത്തെ നിബന്ധനയായി പറഞ്ഞു അൻ തകൂന ദഅവതു ബിൽ ഹിക്മതി വസ്സബ്ർ, നീ ദഅവത്ത് നടത്തേണ്ടത് ഹിക്മത്തോടു കൂടിയായിരിക്കണം. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ യുക്തിയോടുകൂടി. അതുപോലെ സബർ, നിനക്ക് ക്ഷമ അത്യാവശ്യമാണ്. ദഅവത്തിന്റെ കാര്യത്തിൽ ക്ഷമയില്ലാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല. അതുകൊണ്ട് വിവേകവും ക്ഷമയും യുക്തിയുമെല്ലാം നമ്മുടെ ദഅവത്തിൽ നിറഞ്ഞിരിക്കേണ്ടതുണ്ട്. അറിവില്ലാത്ത ഒരു വ്യക്തിയോട് ദഅവത്ത് ചെയ്യുന്നത് പോലെയല്ല അറിവുള്ള ഒരു വ്യക്തി. അവനെന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ നാം അവനോട് ദഅവത്ത് ചെയ്യുന്ന രീതി, രണ്ടും വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ ഹിക്മത്തോടു കൂടിയായിരിക്കണം നാം ദഅവത്ത് ചെയ്യേണ്ടത്. അതുപോലെ ദഅവത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ അത് സ്വീകരിക്കാതിരിക്കും. അവർ നിന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യും. നാം നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇതൊന്നും നമ്മൾ മുൻപ് കേട്ടിട്ടില്ലല്ലോ, നിങ്ങൾ കുറെ ചെറുപ്പക്കാർ വന്ന് പുതിയത് പറയുകയാണല്ലോ, ഇതുവരെ ഞങ്ങളാരും പള്ളി മിൻബറുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും പുച്ഛിക്കുകയും അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതിരിക്കുകയും ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല നമ്മൾ. മറിച്ച് നന്നായി ക്ഷമ കൈക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് പറഞ്ഞില്ലേ, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ, ഉലുൽ അസ്മിലെ പ്രവാചകന്മാർ അവർ ക്ഷമിച്ചതുപോലെ നബിയെ താങ്കളും ക്ഷമ കൈക്കൊള്ളുക. അതുകൊണ്ട് പ്രബോധനത്തിന് ഇറങ്ങുന്ന ആളുകൾ അവർ ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നാലാമത്തെ നിബന്ധന എന്താണ്? നാം ആരെയാണോ ക്ഷണിക്കുന്നത് അവരുടെ അവസ്ഥ നാം പരിഗണിക്കേണ്ടതുണ്ട്. നാം മുമ്പ് പറഞ്ഞതുപോലെ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നൊരു വ്യക്തി, അദ്ദേഹം ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി വല്ല തെറ്റും ചെയ്യുമ്പോൾ അവരോട് നാം പെരുമാറേണ്ട രൂപം അത് വേറെ രൂപത്തിലാണ്. അതുപോലെ വിജ്ഞാനമില്ലാത്ത അറിവില്ലാത്ത ഒരു സാധാരണക്കാരൻ, അവനെ നാം ക്ഷണിക്കുമ്പോൾ അവനെ ദഅവത്ത് ചെയ്യുമ്പോൾ നാം സ്വീകരിക്കേണ്ട ശൈലി അത് വേറെയാണ്. അതുകൊണ്ട് ജനങ്ങളോട് റഹ്മത്തുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ദീനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് റഹ്മത്തും കാരുണ്യവും അനുകമ്പയുമാണ് ദഅവത്ത് ചെയ്യുന്ന ഓരോ ആളുകളിലും ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ പരിക്കമായ സംസാരങ്ങളോ പെരുമാറ്റമോ ഒന്നും ഒരാളെയും ദീനിൽ നിന്ന് അകറ്റാൻ കാരണമാകരുത്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കൽ ഒരു സഹാബി, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കാരത്തിൽ മറ്റൊരു വ്യക്തി അദ്ദേഹം തുമ്മുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഈ സഹാബി നമസ്കാരത്തിൽ പറയുകയാണ്, യർഹമുക്കല്ലാഹ്. നമസ്കാരത്തിൽ അദ്ദേഹം തുമ്മിയതിന് മറുപടി പറയുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫറമാനിൽ ഖൗമു ബി അബ്സാരിഹിം, ജനങ്ങളൊക്കെ എന്നെ തുറിച്ചു നോക്കാൻ തുടങ്ങി. കാരണം നമസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാവരും തുറിച്ചു നോക്കുമ്പോൾ അദ്ദേഹം വീണ്ടും അവരോട് ചോദിക്കുകയാണ്, മാ ശഅനുക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്, എന്താണ് നിങ്ങളുടെ കാര്യം? അപ്പോൾ അവർ തങ്ങളുടെ തൊടകളിൽ അടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കൂ എന്ന് അദ്ദേഹത്തോട് ആംഗ്യം കാണിക്കുകയാണ്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻ. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ച് നല്ല നിലയിൽ ഉപദേശിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുമ്പോ ശേഷമോ ഞാൻ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു അധ്യാപകനെ, നല്ലൊരു തർബിയത്തിന്റെ രൂപം അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവാണേ സത്യം, മാ കഹറനി വലാ ദറബനി വലാ ശതമനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അടിക്കുകയോ എന്നോട് ചീത്ത പറയുകയോ എന്നോട് മുഖം ചുളിക്കുകയോ എന്നെ ആട്ടിയകറ്റുകയോ ഒന്നും ചെയ്തില്ല. മറിച്ച് എന്നോട് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാ ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്. ഇത് നമസ്കാരമാണ്. ഈ നമസ്കാരത്തിൽ ജനങ്ങളോടുള്ള സംസാരമൊന്നും പറ്റുകയില്ല. മറിച്ച് ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ, ഇത് തസ്ബീഹും തക്ബീറും അതുപോലെ ഖുർആനിന്റെ പാരായണം, അതാണ് നമസ്കാരത്തിലുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വളരെ മാന്യമായി വളരെ റഹ്മത്തോടുകൂടി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു സംഭവം കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു അറാബിയായ ഒരു വ്യക്തി കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പള്ളിയുടെ ഒരു ഭാഗത്ത് മൂത്രിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മൂത്രിക്കുന്നത് സഹാബികൾ കണ്ട സന്ദർഭത്തിൽ അവർ അദ്ദേഹത്തെ വിലക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്കുക, അദ്ദേഹം അത് പൂർത്തീകരിക്കട്ടെ. കാരണം ഒരാൾ മൂത്രിക്കുന്നതിന്റെ ഇടയ്ക്ക് നിർത്തുക എന്നത്
അത് ആരോഗ്യപരമായി ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ മൂത്രം അത് പൂർത്തീകരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചു വരിക, റസൂലുള്ളാഹി അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ മസാജിദ് ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വലൽ ഖദർ. ഈ പള്ളി അതുണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള മൂത്രമോ മാലിന്യങ്ങളോ അതിനു വേണ്ടിയല്ല, മറിച്ച് ഇന്നമാ ഹിയ ലിദിക്രില്ലാഹ് വസ്സലാ വഖിറാഅത്തിൽ ഖുർആൻ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ, നമസ്കരിക്കുന്നതിന്, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയാണ് പള്ളികൾ, അതിനുവേണ്ടിയാണ് പള്ളികളെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. നോക്കൂ, ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ? നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കും അദ്ദേഹത്തോട് പെരുമാറുക? എന്നാൽ ദീനിന്റെ നിയമങ്ങൾ അറിയാത്ത ജാഹിലായ ഒരു വ്യക്തിയെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അവരോട് നാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ വ്യക്തി, ആ പള്ളിയിൽ മൂത്രിച്ച വ്യക്തി, അദ്ദേഹം നമസ്കരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നമസ്കാരത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റഹംനി വർഹം മുഹമ്മദ, അല്ലാഹുവേ എനിക്കും മുഹമ്മദ് നബിക്കും നീ റഹ്മത്ത് നൽകണമേ, വലാ തർഹം അഹദൻ മഅന, ബാക്കിയുള്ള ആരോടും നീ റഹ്മത്ത് ചെയ്യല്ലേ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാബിയോട് പറഞ്ഞു, ലഖദ് തഹജ്ജർത വാസിഅ, അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ താങ്കൾ ചുരുക്കിക്കളയുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം, ആ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശൈലി, പഠിപ്പിക്കുന്ന ശൈലി, അതിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് റസൂലിന് വേണ്ടി മാത്രം അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരം, നമ്മുടെ ഒരു പെരുമാറ്റം, അത് നമ്മുടെ പ്രബോധിതരിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുക. പ്രവാചകന്മാർ അവരൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ സമൂഹത്തോട് പറഞ്ഞത്? ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയുള്ള വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്. കാഫിറുകളായ നബിയെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ആളുകളോടാണ് ഈ പറയുന്നത്. അങ്ങനെ ഞാനൊരു നാസിഹാണ്, നിങ്ങളിൽ നന്മ ഉദ്ദേശിക്കുന്നവനാണ് എന്നവരോട് പറയുമ്പോൾ അവർ നാം പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനും അത് മനസ്സിലാക്കുവാനും അവർ താല്പര്യം കാണിക്കുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം, അദ്ദഅവതു ഇലൈഹി, നാം പഠിച്ച് മനസ്സിലാക്കിയ കാര്യത്തിലേക്ക് നാം ദഅവത്ത് ചെയ്യുക എന്നത്. നാലാമതായി ശൈഖ് പറഞ്ഞു, അർറാബിഅ അസ്സബ്റു അലൽ അദാ ഫീഹി, നീ ക്ഷമിക്കുക. നാം മുമ്പ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഇൽമു പഠിക്കുന്നതിന് ക്ഷമ അത്യാവശ്യമാണ്. വല അമലു ബിഹി, അതനുസരിച്ച് അമൽ ചെയ്യാൻ അതിനേക്കാൾ അത്യാവശ്യമാണ്. വദ്ദഅവതു ഇലൈഹി, അതിലേക്ക് ദഅവത്ത് ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും അവിടെയും ക്ഷമിക്കുക എന്നത് അതിനേക്കാൾ കടുത്ത പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളിലും നീ ക്ഷമ അവലംബിച്ചുകൊള്ളുക. കാരണം ക്ഷമ എന്നത് അത് ഈമാനിന്റെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിൽ തലക്കുള്ള സ്ഥാനമാണ് ഈമാനിൽ ക്ഷമക്കുള്ള സ്ഥാനം. തലയില്ലാത്തവന് ജീവനില്ലാത്തതുപോലെ ക്ഷമയില്ലാത്തവന് ഈമാനില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക്, നബിയോട് പറയുകയാണ്, നബിയെ താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ സമൂഹം അവരെ കളവാക്കിയിട്ടുണ്ട്. ഫസബറു അലാ മാ കുദ്ദിബു വഊദു ഹത്താ അതാഹും നസ്റുന, അങ്ങനെ അല്ലാഹുവിന്റെ സഹായം വന്നെത്തുന്നത് വരെ അവർ കളവാക്കപ്പെട്ടിട്ടും ഉപദ്രവിക്കപ്പെട്ടിട്ടും അല്ലാഹുവിന്റെ സഹായം വന്നെത്തുന്നത് വരെ അവർ ക്ഷമിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളാണ് അവിടുത്തെ ഇൽമ് പ്രബോധനം ചെയ്യുന്ന ആളുകൾ. അവർക്കും സ്വാഭാവികമായും അക്രമങ്ങളും പീഡനങ്ങളും എല്ലാം ഏൽക്കേണ്ടി വരും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമെല്ലാം ധാരാളം പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ നാം ക്ഷമിക്കുക. ക്ഷമയെ മൂന്ന് ഇനങ്ങളാക്കി പണ്ഡിതന്മാർ തിരിച്ചതായി കാണാം. ഒന്നാമത്തെ ഇനം സബറുൻ അലാ തആത്തില്ല, അല്ലാഹു കൽപ്പിച്ച നന്മകൾ ചെയ്യാൻ അതിന് ക്ഷമ അത്യന്താപേക്ഷിതമാണ്. നമസ്കരിക്കാൻ, സുബഹിന്റെ നേരത്തെ എഴുന്നേൽക്കുവാൻ, വുദൂ ചെയ്യാൻ, അതിനെല്ലാം ക്ഷമ നിർബന്ധമായ കാര്യമാണ്. അതാണ് ഒന്നാമത്തെ ക്ഷമയുടെ ഇനം. രണ്ടാമത്തേത് സബറുൻ അനിൽ മഅസിയ, അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ, അതിനും ക്ഷമ വേണം. നന്മ ചെയ്യുവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഹറാമുകൾ ഉപേക്ഷിക്കുവാനും ക്ഷമ അത്യന്താപേക്ഷിതമാണ്. മൂന്നാമത്തെ ഇനം സബറുൻ അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, അല്ലാഹുവിന്റെ വിധികളിൽ ക്ഷമിക്കുക. അല്ലാഹു നമുക്ക് എന്താണോ വിധിച്ചത് അതിൽ നാം ക്ഷമ അവലംബിക്കുക. അല്ലാഹു നന്മ കൊണ്ടും തിന്മ കൊണ്ടും നമ്മെ പരീക്ഷിക്കുന്നതാണ്. അത്തരമെല്ലാം സന്ദർഭങ്ങളിൽ അല്ലാഹു നമുക്ക് നൽകുന്ന അവന്റെ വിധികളിൽ
ക്ഷമിക്കുവാനുള്ള കഴിവ്. ഈ 3 രൂപത്തിലുള്ള ക്ഷമയും നാം പാലിക്കേണ്ടതുണ്ട്. ഇതാണ് ക്ഷമയുടെ 3 ഇനങ്ങളായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ല പറയുകയാണ്, വദ്ദലീലു ഖൗലുഹു തആല. നാം 4 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഒന്നാമത്തേത് ഇൽമു പഠിക്കുക, രണ്ടാമത്തേത് ആ പഠിച്ച ഇൽമനുസരിച്ച് അമൽ ചെയ്യുക, മൂന്നാമത്തേത് അതിലേക്ക് ദഅവത്ത് ചെയ്യുക, നാലാമത്തേത് അതിന്റെ പേരിൽ ക്ഷമിക്കുക. ഈ പറഞ്ഞ 4 കാര്യങ്ങൾക്കുമുള്ള തെളിവെന്താണ്? നോക്കൂ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ ഇടയ്ക്കിടെ പറയുന്ന കാര്യമാണ് വദ്ദലീലു ഖൗലുഹു തആല. തെളിവ്, അതിനുള്ള തെളിവെന്താണ്? അള്ളാഹുവിന്റെ ആയത്താണ്. അതുകൊണ്ട് തന്നെ നാം ഏതൊരു കാര്യം വിശ്വസിക്കുമ്പോഴും ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും അനുഷ്ഠിക്കുമ്പോഴും നാം ആദ്യം ആലോചിക്കേണ്ടത് അതിന് തെളിവുണ്ടോ എന്നുള്ള കാര്യമാണ്. നാം തെളിവിനെയാണ് പിൻപറ്റേണ്ടത്, അതല്ലാതെ തഖ്ലീദ്, വിശ്വാസ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അടിസ്ഥാന കാര്യങ്ങളിൽ നാം ഒരിക്കലും തഖ്ലീദ് ചെയ്യരുത്. മറിച്ച് നാം തെളിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതുപോലെ നമ്മുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ ഈ സത്യത്തോട് എതിര് നിൽക്കുന്ന ആളുകൾ അവർക്ക് മറുപടി നൽകുന്ന സന്ദർഭത്തിൽ, അവരോട് സംവദിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനുള്ള തെളിവുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആര് തന്നെ പറഞ്ഞാലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, പറയുന്ന കാര്യത്തിന് തെളിവുണ്ടോ എന്ന് നാം പരിശോധിക്കുക. അതിനുശേഷം മാത്രമാണ് നാം സ്വീകരിക്കേണ്ടത്. ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾക്കുള്ള തെളിവായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ. സൂറത്തുൽ അസ്ർ നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള അധ്യായമാണ്. വളരെ ചെറിയ സൂറത്താണ്. ഈ സൂറത്തുൽ അസ്റാണ് ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾക്കുള്ള തെളിവായിക്കൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. വൽ അസ്ർ, അസ്ർ എന്ന് പറഞ്ഞാൽ അതിന് 2 വിശദീകരണമാണുള്ളത്. ഒന്നാമത്തേത് കാലം, അദ്ദഹർ, കാലം തന്നെയാണ് സത്യം. രണ്ടാമത്തെ അർത്ഥം അസറിന്റെ സമയം, വഖ്തുൽ അസർ, അസറിന്റെ സമയം തന്നെയാണ് സത്യം. ഈ 2 അർത്ഥങ്ങളും ശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ സൃഷ്ടികളെ പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്യും. കാരണം ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് സത്യം ചെയ്യുന്നതാണ്. എന്നാൽ മനുഷ്യന്മാരായ ആളുകൾ നമുക്ക് അല്ലാഹുവെ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഉമ്മയെയോ ഉപ്പയെയോ കഅബയെയോ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല. മറിച്ച് സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അല്ലാഹുവിന്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ, സൂര്യനും ചന്ദ്രനും രാത്രിയും പകലും, ഇതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇതിനെയെല്ലാം അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞതായി കാണാം. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ, അതുപോലെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വന്നജ്മി ഇദാ ഹവ വല്ലൈലി ഇദാ യഗ്ഷ വദ്ദുഹ വല്ലൈലി ഇദാ സജ. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങളെ, അവന്റെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്തതായി കാണാം. അപ്പോൾ അല്ലാഹു ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിന് ഒരു ശ്രേഷ്ഠതയുണ്ട് എന്നാണ് അതറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലം എന്നുള്ളത് അത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് രാത്രിയും പകലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തിലാണ്. ഈ കാലത്തെക്കുറിച്ച് നാം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ കഴിവിനെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യരെല്ലാം, അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും അവർ നഷ്ടത്തിലാണ്. അള്ളാഹു പറയുന്നത് എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, എന്നിട്ട് അള്ളാഹു ആ നഷ്ടപ്പെട്ട വിഭാഗം, അതിൽ നിന്ന് ചില ആളുകളെ അള്ളാഹു മാറ്റി നിർത്തുകയാണ്. ആരൊക്കെയാണ് അവർ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, വതവാസൗ ബിൽ ഹഖ്, സത്യം അന്യോന്യം ഉപദേശിച്ച ആളുകൾ, വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിച്ച ആളുകൾ. ഇവർ, ഈ 4 വിഭാഗം ആളുകൾ അവർ നഷ്ടത്തിൽ നിന്നും ഒഴിവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ആയത്താണ് നാം മുമ്പ് പറഞ്ഞ 4 മസ്അലകൾക്കുള്ള തെളിവ്. ഒന്നാമത്തേത് അൽ ഇൽം, നമുക്ക് ഇൽമു വേണം. അതിനുള്ള തെളിവ് എവിടെയാണ്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം, നമ്മുടെ നാവ് കൊണ്ടുള്ള സംസാരം, നമ്മുടെ ശരീരം കൊണ്ടുള്ള പ്രവർത്തനം, ഇതാണ് ഈമാൻ. ഈമാൻ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇൽമുണ്ടായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമുണ്ടായെങ്കിലേ അവന് ഈമാൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ
ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കുകയും, അവിടെയാണ് അൽ ഇൽമ് പഠിക്കണം എന്നതിന്റെ തെളിവ് അവിടെയാണ്. വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അതാണ് അൽ അമലു ബിഹി. നമ്മൾ പറഞ്ഞു അമല് ചെയ്യണം. വതവാസൗ ബിൽ ഹഖ്, സത്യം കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുക, അതാണ് ദഅവത്ത് എന്ന് പറയുന്നത്. വതവാസൗ ബിസ് സബ്ർ, അതുപോലെ ക്ഷമ കൈക്കൊള്ളുവാനും പരസ്പരം ഉപദേശിക്കുക, അതാണ് അസ്സബ്ർ അലൽ അദാഫി. അപ്പോൾ മുമ്പ് നാം സൂചിപ്പിച്ച ഈ 4 കാര്യങ്ങളും സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ 4 കാര്യങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നതിൽ ജനങ്ങൾ 3 വിഭാഗക്കാരാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവർ ഈമാനില്ലാത്ത ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, അതല്ലെങ്കിൽ മുസ്ലിമായതിനു ശേഷം ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾ അവർക്ക് നേരിടാനുള്ളത് വമ്പിച്ച നഷ്ടമാണ്. അവിടാണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അവർക്ക് ലഭിക്കാനിരിക്കുന്നത്, അവർ നേരിടാനിരിക്കുന്നത് വമ്പിച്ച നഷ്ടമാണ്. കാരണം അവർ ഈമാൻ സ്വീകരിച്ചിട്ടില്ല. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു, ആരെങ്കിലും സത്യവിശ്വാസത്തെ, ഈമാനിനെ തള്ളിക്കളയുന്ന പക്ഷം ഫഖദ് ഹബിത അമലുഹു, അവന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി കഴിഞ്ഞു. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് നഷ്ടം പറ്റിയ ആളുകളുടെ നഷ്ടക്കാരിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഈമാനില്ലാത്ത ആളുകൾ, അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാനിരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? ഈ ആയത്തിൽ പറയപ്പെട്ട 4 കാര്യങ്ങളും ഒരുമിച്ച് ചെയ്ത ആളുകൾ, അത് എങ്ങനെയാണോ പാലിക്കേണ്ടത് അതുപോലെ പാലിച്ച ആളുകൾ, അഥവാ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതുപോലെ വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ, നാം അമൽ ചെയ്ത ആ ഇൽമിലേക്ക് ദഅവത്ത് ചെയ്യുകയും അതിന്റെ പേരിൽ ക്ഷമിക്കുകയും ചെയ്ത ആളുകൾ, അവരാണ് ഈ നഷ്ടത്തിൽ നിന്നും കരകയറിയ ആളുകൾ. പൂർണ്ണമായ തോതിൽ ആ നഷ്ടത്തിൽ നിന്നും വിജയിച്ച ആളുകൾ ഈ 4 വിശേഷണങ്ങളുമുള്ള ആളുകളാണ്. എന്നാൽ മൂന്നാമതൊരു വിഭാഗം ആളുകളുണ്ട്. അവരെന്താണ്? അവരുടെ പക്കൽ ഈമാനുണ്ട്, അവർക്ക് ഈമാനുണ്ട്, അതുപോലെ ആ ഈമാനിനെ നിലനിർത്താൻ ആവശ്യമായ കർമ്മവും അവരുടെ പക്കലുണ്ട്. പക്ഷേ ധാരാളം ഹറാമുകൾ ചെയ്യുന്നുണ്ട്, ധാരാളം വാജിബായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ അവർ ഒഴിവാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അവർ എത്രയാണോ വീഴ്ച വരുത്തിയത് അതിന്റെ തോതിൽ അവർക്കും നാളെ പരലോകത്ത് ആ നഷ്ടം, അതിന്റെ ഒരു ഓഹരി അവർക്കും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ആയത്തിൽ പറയപ്പെട്ടിട്ടുള്ള 4 വിശേഷണങ്ങൾ അത് മുറുകെ പിടിക്കുക. അപ്പോൾ നാളെ പരലോകത്ത് വമ്പിച്ച വിജയം അള്ളാഹുവിന്റെ പക്കൽ കരസ്ഥമാക്കുന്ന ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷം ശൈഖ് റഹിമഹുല്ലാഹ് പറയുകയാണ്, സൂറത്തുൽ അസ്ർ അത് നൽകിയതിനു ശേഷം പറഞ്ഞു, ഖാല ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇമാം ഷാഫിഈയെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പ്രചാരം നേടിയ മദ്ഹബാണ് ഷാഫിഈ മദ്ഹബ്. അങ്ങനെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫത്ഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികൾക്കെതിരെയുള്ള പ്രമാണമായി, തെളിവായി, ഒരു ന്യായമായി ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും ഈ സൂറത്ത് തന്നെ മതിയായതാണ് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? വെറും സൂറത്തുൽ അസ്ർ മാത്രം മതി എന്നാണോ? നമ്മുടെ ദീനിന്റെ മറ്റ് ഹുക്മുകളും നിയമങ്ങളും എല്ലാം പഠിപ്പിക്കുന്ന അധ്യായങ്ങൾക്ക് പകരമായി സൂറത്തുൽ അസ്ർ മാത്രം മതി എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് ഇമാം ഷാഫിഈയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ടതായി കാണാം, ലൗ ഫക്കറ അന്നാസു കുല്ലുഹും ഫീ സൂറത്തുൽ അസ്ർ ലകഫത്ഹും. സൂറത്തുൽ അസ്റിനെ കുറിച്ച് നാം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ കാര്യം, നഷ്ടക്കാരിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ആ മാർഗം, അതിനെക്കുറിച്ചൊക്കെ നാം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അവർക്ക് ആ സൂറത്ത് തന്നെ മതിയായതാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ലൗ തദബ്ബറ അന്നാസ്, ഈ സൂറത്തിനെ കുറിച്ച് ജനങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ആ സൂറത്ത് തന്നെ മതിയായതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ വെറുതെ ശിക്ഷിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയക്കുകയും ആ പ്രവാചകന്മാർ നമുക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരാളെയും ശിക്ഷിക്കുകയുള്ളൂ. അല്ലാഹു പറഞ്ഞില്ലേ, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റസൂലിനെ അയക്കുന്നത് വരെ നാം ആരെയും ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ജനങ്ങൾക്കുള്ള തെളിവായിക്കൊണ്ട്
അവർക്കെതിരെയുള്ള പ്രമാണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, ഇവിടെ കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു തെളിവാണ് സൂറത്തുൽ അസ്ർ. ഈ സൂറത്തുൽ അസ്ർ മാത്രമാണ് അല്ലാഹു അവതരിപ്പിച്ചതെങ്കിൽ പോലും അത് തന്നെ ധാരാളമായിരുന്നു, അത് തന്നെ മതിയായതാണ് എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് അത് സഹാബികളുടെ അടുക്കൽ അവർ വളരെ ഗൗരവത്തോടുകൂടി അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടവരായിരുന്നു. സഹാബികളെ കുറിച്ച് പറഞ്ഞതായി കാണാം, കാന റജുലാനി മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇൽതഖയാ ലം യഫ്തരിഖാ ഹത്താ യഖറഅ അഹദുഹുമാ അലൽ ആഖർ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. സഹാബികൾ അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ, അവർ പരസ്പരം അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് അവർ വേർപിരിയാൻ നേരത്ത് അവർ ഒരാൾക്ക് സൂറത്തുൽ അസ്ർ ഓതിക്കൊടുക്കുമായിരുന്നു. കാരണം സൂറത്തുൽ അസ്റിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഉപദേശം അത്രയും വലിയ മഹത്തരമായ ഉപദേശമാണ്. അങ്ങനെ സൂറത്തുൽ അസ്ർ ഓതിയതിനു ശേഷമാണ് സുമ്മ യുസല്ലിമു അഹദുഹുമാ അലൽ ആഖർ, അതിനുശേഷമാണ് അവർ സലാം പറഞ്ഞ് പിരിയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് നാം ഒരാളെ യാത്രയാക്കുമ്പോൾ, നാം ഒരാളെ കണ്ടുമുട്ടി അയാളോട് ദീർഘനേരം സംസാരിച്ച് നാം പിരിയുമ്പോൾ സൂറത്തുൽ അസ്ർ നാം പാരായണം ചെയ്തു കൊടുക്കുക, അതിന്റെ ആശയം അതിനെക്കുറിച്ച് നാം പഠിപ്പിച്ചു കൊടുക്കുക. കാരണം അത്രയും വിലപ്പെട്ട ഉപദേശമാണ് സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹം തന്റെ മകന് നൽകിയ ഉപദേശം കാണാം. യാ ബുനയ്യ അഖിമിസ് സ്വലാ, അല്ലയോ പൊന്നു മകനെ, അഖിമിസ് സ്വലാ, നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. അപ്പോൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെങ്കിൽ ആദ്യം നമസ്കാരത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നമസ്കരിക്കുക, അത് അമലാണ്. അപ്പോൾ ഇൽമും അമലും. അഖിമിസ് സ്വലാ എന്നിട്ട് പറഞ്ഞു വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. അതാണ് അദ്ദഅവതു ഇലൈഹി. വസ്ബിർ അലാ മാ അസാബക, നിന്നെ ബാധിക്കുന്ന വിപത്തുകൾ അതിൽ നീ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം തന്റെ സലാസത്തുൽ ഉസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആമുഖമായി നൽകിയത്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഇൽമു പഠിക്കുക, അത് അമലാക്കുക, അതിലേക്ക് ക്ഷണിക്കുക, അതിൽ വരുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക. ഈ 4 കാര്യങ്ങളും നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ലാ പറയുകയാണ്, വഖാലൽ ബുഖാരിയു, ഇമാം ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞു. ഇമാം ബുഖാരിയെ കുറിച്ച് അറിയാത്തവരായി ആരുമില്ല. ഇമാം ബുഖാരിയുടെ സഹീഹ് ഖുർആനിന് ശേഷം ഏറ്റവും മുസ്ലിം ഉമ്മത്ത് ഒരുപോലെ സ്വീകരിച്ച ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അങ്ങനെയുള്ള ഇമാം ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു അധ്യായത്തിന്റെ ഹെഡിംഗ് ആയിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ബാബുൻ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ, നാം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനു മുമ്പ് നമുക്ക് അറിവുണ്ടായിരിക്കണം. അതാണ് ആ അധ്യായത്തിന്റെ തലക്കെട്ട്. അങ്ങനെയാണ്. എന്നിട്ട് അതിനുള്ള തെളിവെന്താണ്? വദ്ദലീൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് നീ അറിയുക, നീ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് പറയുന്നത് പഠിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് പറഞ്ഞു വസ്തഗ്ഫിർ ലിദംബിക്, പിന്നീട് നീ നിന്റെ പാപങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊള്ളുക. അപ്പോൾ ഇസ്തിഗ്ഫാർ എന്നുള്ളത് അതൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് ഇൽമു കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ആരംഭിക്കുകയുണ്ടായത്. അതുകൊണ്ട് ഫബദഅ ബിൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. അതിനാൽ ഏത് കാര്യവും നാം പ്രവർത്തിക്കുന്നതിന് മുമ്പ്, നാം പറയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഇൽമുണ്ടായിരിക്കണം എന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ തലക്കെട്ടിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ അത് അമലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടുകൂടി സലാസത്തുൽ ഉസൂൽ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ മുഖദ്ദിമ, അതിന്റെ ആമുഖം നമ്മൾ അവസാനിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമ്മുടെ കിതാബിന്റെ അടുത്തൊരു ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.